ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നാളെ എന്ത്, നമ്മുടെ കുട്ടികൾ എന്ത്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറ എന്ത് എന്നുള്ളത് ആരും ചിന്തിക്കാതെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു ഇതാണ് നമ്മളെ മുന്നിൽ. നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുപോകാമെന്നൊക്കെ വളരെ ആലോചിച്ചാൽ വളരെയധികം വിഷമമുണ്ടാകുന്ന സംഗതികളാണ്. ലിവറിന് സിറോസ. അപ്പം മനസ്സിലായി, നമ്മൾ ഒരു സിംറ്റവും ഇല്ലാതെ ഒരു ഇതുമില്ലാതെ എങ്ങനെ ഇത് വന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെതാണോ ഭക്ഷണത്തിൻ്റെയാണോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റുന്നില്ല. പിന്നെ കഥയാകെ മാറി. കഥ നമ്മൾ തിരുവനന്തപുരത്ത് അറിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അത് നേരെ നിർദ്ദേശം വന്നു, ഡൽഹിക്ക് ഇന്നേ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെന്നാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയി. മാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിദഗ്ധ ഡോക്ടറുള്ള. എയിംസിൽ നിന്ന് VRS എടുത്തിട്ട് പോയിട്ടുള്ള ഡോക്ടർ. ആ ഡോക്ടറെ അടുത്ത് പോകണം. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി അവിടുന്ന് വീണ്ടും 3 ദിവസം ടെസ്റ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടുത്തെ സംഗതികളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു. അപ്പം 26-ാം തീയതി വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും കുറേ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. 4-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തു. 4-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം 1-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതി കൃത്യമായിട്ട് ഓർമ്മയുന്നില്ല, ജൂണായി. അപ്പോൾ ഈ വൈദ്യർ നമ്മൾ മറന്നുപോയി. നമുക്ക് വൈദ്യർ പറഞ്ഞിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ അലോപ്പതിയിലേക്ക് തന്നെയാണ് എന്തായാലും ആലോചിച്ചു പോവുക. കാരണം ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള സംഗതികളൊക്കെ ഉള്ളത് അവിടെയാണല്ലോ. നമ്മൾ ആയുർവേദത്തെ പറ്റി ആലോചിക്കുന്നില്ല. പക്ഷേ ഈ വൈദ്യരെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, എനിക്കറിയേയില്ല. അപ്പോൾ അദ്ദേഹം ദുബായിലുള്ള എൻ്റെ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, ഈ ഡൽഹിയിലുള്ള വിശ്വാസ് ഗുപ്ത എന്ന് പറയുന്ന ഡോക്ടർ, എയിംസിൽ നിന്ന് VRS എടുത്തിട്ട് പോയിട്ടുള്ള വൈദ്യർ, ഡോക്ടർ വൈഫും, പിന്നെ അയാൾ ഡോക്ടറും വൈഫും എൻ്റെ പേഷ്യൻ്റാണെന്ന് പറഞ്ഞേക്കണേ. നമ്മൾ ഒറ്റപ്പാലമുള്ള വൈദ്യരാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഡൽഹിയിൽ എന്തിനാണ് പോകുന്നത്, നേരെ ഒറ്റപ്പാലത്തേക്ക് പോകാമെന്ന്. അങ്ങനെ ഒറ്റപ്പാലം പോയി കാണിച്ചതിന് ശേഷം അദ്ദേഹം വളരെ നല്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യമായിട്ടും ഒരു ആയുർവേദത്തിൻ്റെ കുലപതിയായിട്ടും ഒക്കെ തോന്നുന്ന സംസാരത്തിലും അദ്ദേഹത്തിന് വാജ്പേയി തൊട്ടിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെ കൈ കൊടുക്കുന്ന ഫോട്ടോകളും ഇന്നത്തെ പ്രധാനമന്ത്രിൻ്റെ പല രാജ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് ഉള്ള ഫോട്ടോകളൊക്കെ കണ്ട് പിന്നെ സംസാരത്തിൽ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു, എനിക്ക് ഈ ചികിത്സാ രീതി മതിയെന്ന്. പക്ഷേ ഡൽഹിയിൽ വെച്ച് എനിക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ടായി. കാരണം ഞാൻ അത്രയും ധൈര്യവാനാണ്. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്, ഡോണർ ആരാന്ന് ചോദിച്ചപ്പോൾ മകനെ പറ്റുമെന്നാണ്. പക്ഷേ അവിടെയാണ് ഞാൻ തോറ്റത്. ഇപ്പം എന്നെ കൊണ്ട് വേറെ ആൾക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ മകനായാലും അല്ലെങ്കിൽ വേറെ ആരെടുത്തെങ്കിലും എടുക്കുന്ന നേരത്ത് എനിക്കൊരു പ്രയാസമുണ്ട്. അത് തൊട്ടിട്ട് എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ തീരുമാനിക്കുകയും എനിക്ക് ഈ ചികിത്സാ രീതി മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ മകനോടും എൻ്റെ MD-നോടും മറ്റും ഇവരോടൊക്കെ ചോദിച്ച് എന്താ ചെയ്യും. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. ഇന്ന് ഏകദേശം 2023 ജൂണിന് തുടങ്ങി ഇന്ന് ഈ മാസം വരെ ആ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് രാവിലെ 6 മണിക്ക് കഷായം, 10 മണിക്ക് കഷായം, ഉച്ചക്ക് ഒരു പേസ്റ്റ് ഇടൽ, പിന്നെ രാവിലെ തൈലം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി, പിന്നെ വൈകുന്നേരം 6 മണിക്ക് കഷായം, വീണ്ടും രാത്രി 10 മണിക്ക് പാൽ കഷായം. ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഭക്ഷണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നോണ് തീരെ പാടില്ല. പിന്നെ പറഞ്ഞത്
പച്ചക്കറി തന്നെ എല്ലാ കാര്യങ്ങളും ഉരുളക്കിഴങ്ങ്, കടല, ഇങ്ങനെയുള്ള പിന്നെ എരിവ്, പുളി, ഉപ്പ്, മധുരം ഒന്നും പാടില്ല. അപ്പോൾ എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇത്രയും വർഷമായി, ഒന്നര വർഷം, അടുത്ത മെയ് ആകുമ്പോഴത്തേക്ക് 2 വർഷമാവും. ഞാൻ ഒരേ രീതിയിൽ തന്നെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ രോഗത്തിന് എല്ലാ മാസവും അല്ലെങ്കിൽ ഇപ്പം 3 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ബേബിന്നോ മിംസെന്നോ ചെയ്ത് ഒരു മെഡിക്കൽ എന്താ പറയുക ബോർഡ് മാതിരി 3 പേര് ഞങ്ങൾ സ്വകാര്യമായിട്ട് വെച്ചിട്ട് നോക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഭയങ്കര വിമർശിച്ചിട്ട് നിങ്ങൾ ബ്രണ്ടത്തരം കാണിക്കറി, ഇത്തരത്തിലുള്ള സംഗതികൾക്കൊന്നും പോരെന്ന് പറഞ്ഞു. അങ്ങനെ 3, 4, 5, 6 മാസത്തോളം അങ്ങനെ പോയി. പിന്നെ 6 മാസത്തിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ അവർ ഇത് തന്നെ മതി എന്നുള്ള രീതിയിലാണ് അവരുടെ. ഞാൻ പിന്നെ ശാസ്ത്രീയമായിട്ട് വെറും ഇതായിട്ട് പറയല്ല, വെറും ചികിത്സാരീതി വിജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഏകദേശം ഒരു 80%, 90% മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ആയുർവേദത്തിന് അപ്പം അവിടെ 3 ഘടകങ്ങൾ കൂടിയുണ്ട്. 1 വൈദ്യർ നന്നാവണം, 2 വൈദ്യരെ മരുന്ന് നന്നാണ്, അതിലുപരി രോഗി നന്നാവണം. രോഗി നന്നാണെന്ന് പറഞ്ഞാൽ രോഗി പറഞ്ഞതുപോലെ എല്ലാം കേട്ടിട്ടില്ലെങ്കിൽ ഈ കാണുമ്പോൾ മധുരവും അല്ലെങ്കിൽ പച്ചക്കറിയോ മറ്റും കഴിക്കുന്നതിന് പകരം നമ്മൾ മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചു പോകുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോയി മരുന്ന് പിടിക്കില്ല. അപ്പോൾ ഇത് 3 ഘടകങ്ങളും ഒന്നിച്ച് ചേർന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആയുർവേദം വിജയിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ അലോപ്പതി ഗുളിക മാത്രമേ കഴിക്കാൻ പറ്റൂ, ഈ എണ്ണയും കുഴമ്പും അല്ലെങ്കിൽ പാൽക്കാഷായൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് രോഗങ്ങൾ, ഇത്രയും മാരകമായിട്ടുള്ള രോഗങ്ങൾ ഇവരെ മാറാൻ ഇവിടെ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ ഇന്ന് ആദരിക്കപ്പെടുന്ന സാറടക്കം പറഞ്ഞത്, ശ്രീധരൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി. അതുകൊണ്ട് നമ്മൾ അലോപ്പതീനെ ആരും അവഗണിക്കുകയൊന്നും വേണ്ട. ഇന്ന് അലോപ്പതീനെ നമുക്ക് അങ്ങനെ അവഗണിച്ചാൽ എൻ്റെ ഒരു കാലമൊന്നുമല്ല. പക്ഷേ നമ്മൾ അതിനെതിരുമല്ല. പക്ഷേ ആയുർവേദത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്ത് എവിടെയും ഇല്ലാത്തത് നമ്മുടെ നാട്ടിലുണ്ട്. ചികിത്സാരീതികളുണ്ട്, മരുന്നുകളുണ്ട്, വൈദ്യന്മാരുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇത് എൻ്റെ ജീവിതത്തിൽ ഒന്നല്ല, ഇതിനും പുറമേ ഒന്നും കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടുന്ന് പറയുന്നില്ല. അത് MND, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഞാൻ മയോ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ വരെ പോയ ആളാണ്, അമേരിക്കയിൽ. അവിടുന്ന് വരെ പറഞ്ഞത് ഇതിന് ചികിത്സ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇന്ത്യയിലേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലും അലോപ്പതിയിലില്ല. പക്ഷേ അതും ഞാൻ ഒറ്റപ്പാലത്തുള്ള വേറൊരു വൈദ്യരെടുന്നാണ് അസുഖം മാറ്റിയത്. MND, മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിജയിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളിൽ എനിക്ക് വിജയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വിജയിച്ചു അല്ലെ എന്തെന്നുള്ളത് അത് വേറെ കാര്യം. അത് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഈ ആയുർവേദവും നമ്മളെ ഭക്ഷണരീതികളും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇനിയും നോക്കിയില്ലെങ്കിലും നമ്മളെ അടുത്ത തലമുറ വലിയ ആപത്തിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത തലമുറയെ പറ്റിയോ നമ്മളെ മക്കളെ പറ്റിയോ ആർക്കും ബേജാറില്ല. നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കണം, നമ്മൾക്ക് എങ്ങനെ സൂക്ഷിക്കണം എന്ന് മാത്രം ആലോചിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോന്ന് എനിക്ക് തോന്നുന്നത്. വലിയ ആപത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ മാറണം എന്ന് നമ്മൾ വളരെ ആലോചിച്ച് എല്ലാ ജനങ്ങളിലും ചിന്തയുണ്ടായിട്ടില്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിനും നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിലെ ഭക്ഷണത്തിന് മറ്റേ വിഷവംശങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഹരിതാത്മകം പോയിട്ടുള്ള സംഘടനകളില്ലെങ്കിൽ അതൊക്കെ നിശേഷം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ കുറച്ചെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾക്കും ഒക്കെ വഴിവെക്കുന്നത്. ആയുർവേദത്തിൽ എല്ലാ ചികിത്സയുണ്ട്. പക്ഷേ അന്നത്തെ ആയുർവേദമാണോ ഇന്നത്തെ ആയുർവേദം? അന്ന് ധ്യാനം കിടന്നിട്ടും ധ്യാനത്തിലിരുന്നിട്ടും ഒക്കെ ചെയ്ത ആയുർവേദം ഇന്ന് അതും ഇതുമായിട്ട് എന്താണ് വ്യത്യാസം? മരുന്നിന് എന്താണ് വ്യത്യാസം? അതിൻ്റെ ചികിത്സാ രീതിയിൽ എന്താണ് വ്യത്യാസം? അത് മനുഷ്യനിൽ എങ്ങനെ ആയുർവേദം ഭരിക്കുന്നു? അത് മനുഷ്യനെ ഭരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ നിൽക്കണം, എന്താണ് ജീവിത രീതി, ശൈലി ഒന്നൊക്കെ പഠിച്ചിട്ട് വേണം നമുക്കപ്പോൾ. അപ്പോൾ നമ്മൾ മനുഷ്യർ വളരെ ആശങ്കയിലാണ്. അതുകൊണ്ട് ആയുർവേദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം, നമ്മളെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.